നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. നമുക്കിപ്പം കെമിക്കൽ ബേസ്ഡ് സാധനങ്ങളോടൊന്നും താല്പര്യമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്സ് ആണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഫേസ് പാക്കാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് എല്ലാവരും നമ്മൾ ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനും പ്രത്യേകിച്ച് മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനും യുവത്വം നിലനിർത്താനും ആ ഒരു സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാനൊക്കെ അല്ലെങ്കിൽ കുരു വന്ന പാടുകളോ കറുത്ത പാടുകളോ എല്ലാം മാറ്റാനായിട്ട് നമ്മൾ എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ട്. നമ്മുടെ മുഖം ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടും ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകൾ കാണാം. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് കുറേ ഫേസ് പാക്കുകളൊന്നും അങ്ങനെ പിടിക്കത്തില്ല, കാരണം ഡ്രൈനെസ് കൂടും. എന്തിട്ടാലും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറും ചേർന്ന് പുരട്ടുന്നത് അവർക്ക് ഗുണപ്രദമാണ്, അത്ര ഡ്രൈനെസ് കൂട്ടില്ല. അതുപോലെ കസ്തൂരി മഞ്ഞളും പാലും ചേർത്ത് പുരട്ടുന്നതും അവർക്ക് അത്ര ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ചന്ദനം എന്ന് പറയുമ്പോൾ വെള്ളച്ചന്ദനത്തിന്റെ പൊടിയൊക്കെ കിട്ടും. ആ ചന്ദനം സാധാ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നതും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. അത്ര ഒരു ഡ്രൈനെസ് കൂട്ടുന്നില്ല, എന്നാൽ സ്കിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടും പാടുകൾ പോക്കാനൊക്കെ ആയിട്ടും ഈ ഫേസ് പാക്കുകൾ നല്ലതാണ്. അടുത്തത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ കോമ്പിനേഷൻ സ്കിന്നോ ഡ്രൈ സ്കിന്നോ ഓയിലി സ്കിന്നോ നോക്കുകയാണെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. കാരണം മുഖത്തുനിന്ന് തന്നെ ഒരു സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക്. അങ്ങനത്തെ ആളുകൾക്ക് മുൾത്താണി മിറ്റി റോസ് വാട്ടറും ചേർത്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് എന്നുള്ളത്. അല്ലെങ്കിൽ മുൾത്താണി മിറ്റി പ്ലസ് ഹണി അല്ലെങ്കിൽ മുൾത്താണി മിറ്റി പ്ലസ് ഗ്ലിസറിൻ, ഈ മൂന്നും വെച്ചിട്ട് നമുക്ക് ഇടാവുന്നതാണ്, ഫേസ് പാക്കായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹണി പ്ലസ് വെറും വാട്ടർ, നമ്മൾ ഹണി നന്നായിട്ട് എടുക്കുക, വെറും തേൻ എടുക്കുക, എന്നിട്ട് സാധാ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഓറഞ്ച് പീൽ പൗഡർ 2 or 3 നുള്ള് ഒന്ന് മിക്സ് ചെയ്യുന്നതും ഗുണപ്രദമാണ് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്. അടുത്തതായിട്ട് കോമ്പിനേഷൻ സ്കിന്ന് കുറേ പേർക്ക് കാണും, അതായത് വലിയ ഓയിലി അല്ല വലിയ ഡ്രൈ അല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാർക്ക് തക്കാളി, അതായത് ടൊമാറ്റോ ഉണ്ടല്ലോ, തക്കാളി ചെറുതായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തേന് വെച്ച് മിക്സ് ചെയ്തിട്ട് ഇടുന്നത് വളരെ ഗുണപ്രദമാണ്. കുക്കുംബറും റോസ് വാട്ടറും ചേർത്ത് കുക്കുംബർ അരച്ച് അതിൻ്റെ അകത്ത് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അതിടുന്നത് നല്ലതാണ്. അപ്പം ഇത്രയുമാണ് ആ ഒരു കോമ്പിനേഷൻ സ്കിൻകാർക്ക് നല്ലത്. അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും പരീക്ഷിച്ചിട്ടൊക്കെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന, പ്രത്യേകിച്ച് പാടുകൾ പോകാനാണ് ഇത്രയും ഫേസ് പാക്സ് ഗുണപ്രദമായിട്ടുള്ളത്. പിന്നെ റിങ്കിൾസ് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിൻ ഇരിക്കും എന്നുള്ളതാണ്. ഒരു ഡ്രൈ ആയിട്ടൊരു ഒരു സൗന്ദര്യം ഇല്ലാത്ത രീതിയിൽ ഇരിക്കില്ല. ഇതിപ്പോൾ ഏത് സ്കിൻ ടോണുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു ഫേസ് പാക്ക് അവരുടെ സ്കിന്നിനെ എൻഹാൻസ് ചെയ്യാനും 1 ഷെയ്ഡോ 2 ഷെയ്ഡോ ഒക്കെ വർദ്ധിപ്പിച്ച് ആ ഒരു മുഖത്തെ ഒരു കോംപ്ലക്ഷനൊക്കെ വർദ്ധിച്ച് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഫേസ് പാക്കുകൾ സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.